ഈ സ്വത്തുക്കൾ എനിക്ക് വേണം. ഇത് ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതിന് തടസ്സമായി ആര് വന്നാലും അവരെ ഈ പ്രഭാവതി ഇല്ലാതാക്കിയിരിക്കും. നീ ഓർത്തോ പാർവതി? ഉദയനു രമ്മി, ഈ ദേവമ്മയും കൂടെ ഉള്ളപ്പോ നിങ്ങളെ എന്തൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ഞാൻ ഭയപ്പെടില്ല. ഗാർഗിയില്ല. അവള് വരുന്നതിന് മുമ്പ് വിശാലിന്റെ അലമാരയുടെ താക്കോല് തപ്പിയെടുക്കണം. Action talk and no one bag of mouth. That we run the east, west, the north and south. Make them know say that them can't get me out. Anything that them hear, I we talk about. Action talk and no one bag of mouth. That we run the east, west, the north and south. Make them know say that them can't get me out. Anything that them hear, I we talk about. ഈശ്വര, കള്ളം കയറിയോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? പാർവതി, പാർവതി, എന്താ ഗാർഗി? എന്ത് പറ്റി ഗാർഗി? എന്താ നീ വല്ലതും കണ്ട് പേടിച്ചോ? പാർവതി, എന്റെ മുറിയില് ഒരു കള്ളൻ. കള്ളനോ? അയാള് എന്റെ മുറിയിലെ ഷെൽഫുകളൊക്കെ തുറന്നു നോക്കുക. കള്ളൻ നമ്മുടെ വീട്ടിൽ കയറിയെന്നോ? അവന് അങ്ങനെ വിടാൻ പാടില്ലല്ലോ. നീ വാ വാ. പാർവതി, നീ വാ. പതുക്കെ വാ. ഗാർഗി, വിനയായിരുന്നോ? വിനയ്, വിനയ്, സോറി. നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കരുതിയത് ഏതോ കള്ളനാണെന്നാ. സോറി, റിയലി സോറി. എന്നോട് ക്ഷമിക്കണം. വിനയ്ക്ക് ലൈറ്റ് ഇടാൻ പാടില്ലായിരുന്നോ? ഇരുട്ടത്ത് കള്ളന്മാരെ പോലെ എന്തിനെങ്ങനെ പമ്മി പമ്മി കയറിയത്? അതുകൊണ്ടല്ലേ ഇവക്ക് കള്ളനാണെന്ന് തോന്നിയത്? അത് ഞാൻ അല്ല, വിനയ് എന്തിനാ ഇവിടെ വന്ന്? എന്താ ഇവിടെ നിങ്ങൾ തെരഞ്ഞേ? അല്ല, ഞാൻ ഇത് തന്നെ. ഇത് ഞാൻ റിയയ്ക്ക് വാങ്ങിക്കൊടുത്ത നൈറ്റിയാ. അല്ല, ഇത് ഞാൻ ഇവിടെ വന്നു. ഇത് അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. അത് ഞാൻ മുകളിൽ ഉണങ്ങാനിട്ട് എന്റെ തുണികൾ എടുത്തപ്പോ അറിയാതെ അതും കൂടി എടുത്തോണ്ട് വന്നതായിരിക്കും. ശരി ശരി, ഇതിനു വേണ്ടി ഞാൻ കുറെ തെരഞ്ഞു.
തന്നെയാണോ? ഓ, അതോ ഇനി വേറെ വല്ല പ്രേതമാണോ? ചേച്ചി എന്നെ പരീക്ഷിക്കാണോ? അയ്യോ ചേച്ചി, ഞാനായിട്ട് ചേച്ചിക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നെ ചതിക്കല്ലേ, എന്നെ ഉപദ്രവിക്കല്ലേ, എനിക്ക് കൂട്ടായി നിൽക്കണേ. എന്താ എന്താ ഇവിടെ? പ്രേതം പ്രേതമൊന്നും അല്ല, ഇത് ഞാനായിരുന്നു. അപ്പൊ നീ എന്തിനാ അലറിയത്? ഞാൻ ആന്റി കണ്ടിട്ട് അലറിയത്. എന്നെ കണ്ടിട്ടല്ല, ഞാനത് പ്രേതമാണോ? ഇരുട്ടത്തി ഉണ്ടെ തന്നെ ഉണ്ടാ പേടിച്ചു പോയില്ലേ? നീ എന്നെ കളിയാക്കാണോ? അയ്യോ, ഒന്ന് നിർത്ത്. രണ്ടുപേരും നിർത്തിയേ. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. അല്ല, റിയ എന്താ ഇവിടെ തെരഞ്ഞത്? ഒന്നുമില്ല. നേരത്തെ ഞാൻ ഇട്ടിരുന്ന ഒരു കമ്മല് ഇവിടെ ഇവിടെ ഊരിപ്പോയി. ഞാനത് തിരയായിരുന്നു. ആ, അതൊക്കെ ഇനി നാളെ തിരയാം. രണ്ടാളും പോയി കിടന്നുറങ്ങ്. ഹലോ, പ്രിയ, എന്തായി? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? പിന്നെ ഈ വീടെപ്പോഴും ഞങ്ങൾ പരിശുദ്ധമായി സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയോ? അറിയില്ല. എന്നാ കേട്ടോ, എൻ്റെ അമ്മയുടെ സാന്നിധ്യം ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. അതാ ഞങ്ങളുടെ വിശ്വാസം. ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവവികാസങ്ങൾ. പാർവതി നിന്നെ തല്ലിയോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവള് തല്ലി. എന്നിട്ട് നീ തിരികെ ഒന്നും ചെയ്തില്ലേ? അവൾക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. സമയം വരട്ടെ. എന്താണ് പ്രഭാവതിയുടെ അവസ്ഥ? പ്രഭാവതി എന്ത് പറയുന്നു? അവളും വിനയും കൂടെ ആരോടും പറയാതെ എവിടേക്കോ പൊക്കോണ്ടിരിക്കുക. ഞാനിപ്പോ അവരെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. അവരെവിടെ പോകുന്നു, എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ശരി. ഓക്കെ, ശരി. അമ്മേ, ഈ ഗുരുജിയെ കണ്ടാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എടാ, എനിക്ക് ഗുരുജിയെ വലിയ വിശ്വാസമാണ്. അപാരമായ സിദ്ധികൾ അദ്ദേഹത്തിനുണ്ട്. ഓ,
ദിവസവും എത്ര ആൾക്കാരാ അദ്ദേഹത്തെ കാണാൻ വരുന്നത്. ഒന്ന് നിന്ന് തിരിയാനുള്ള സമയം പോലും അദ്ദേഹത്തിനില്ല. വരുന്നവരെല്ലാം പറയുന്ന പണവും അതിൽ കൂടുതലും അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടല്ലേ പോകുന്നത്. എടാ, അദ്ദേഹത്തിന്റെ കഴിവുകൾ ഫലിച്ചില്ലെങ്കിൽ ആരെങ്കിലും അവിടെ വരുവോ? ഇത്രയധികം പണം അവിടെ കുന്നുകൂടുവോ? അതൊന്നും ഇല്ലല്ലോ. എടാ, ആള് മഹാദിവ്യൻ തന്നെയാ. ആ, നമുക്കിന്ന് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാ. ഏതായാലും നമുക്ക് കിട്ടിയ ഈ അവസരം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കണം. പാർവതിയെയും അവൾക്ക് ശക്തി പകരുന്ന ഗായത്രി ദേവിയുടെ ആത്മാവിനെയും എന്നേക്കുമായിട്ട് നമുക്ക് അവസാനിപ്പിക്കണം. അല്ലമ്മേ, പണം പ്രതാപനങ്ങള് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാണോ? എടാ, അത് അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ, നമ്മൾ പോകുന്ന വഴിക്ക് പണവുമായിട്ട് അവൻ വെയിറ്റ് ചെയ്ത് നിപ്പുണ്ട്. ആ, ദേ അങ്ങളെ മോനെ, എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? സുഖം അങ്ങളെ. എടാ, സുഖവിവരമൊക്കെ പിന്നെ തിരക്കാം. നീ കാറിൽ കയറ്. ആ ശരി ചേച്ചി. ദേ, സമയത്തിന് അവിടെ എത്തിയില്ലെങ്കിലേ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത നേരത്തിന് വേറെ ആരെങ്കിലും ഗുരുജിയെ കാണും. ആ വാ വാ. വാ വാ അങ്ങളെ, കേറ് വേഗം. കേറിക്കോ. എന്തോ അപശകുനമാണല്ലോ. എന്താ സംഭവിക്കാൻ പോകുന്നത്? പാറു, എന്തു പറ്റി പാറു? നീ ആകെ വിഷമത്തിലാണല്ലോ. മണിക്കുട്ടാ, ഞാൻ പലവട്ടം ഉദയന്നൂരമ്മയുടെ മുമ്പിൽ വിളക്ക് തെളിയിക്കാൻ നോക്കിയിട്ട് വിളക്ക് തെളിയുന്നില്ല. എന്തോ അപശകുനമാണെന്ന് തോന്നുന്നു. വിശാൽ സാറിനും എനിക്കും ദേവമ്മയ്ക്കും എന്തോ ആപത്ത് വരാൻ പോവാണെന്നാ എൻ്റെ മനസ്സ് പറയുന്ന. ആരാ അത് ചെയ്യുന്നതെന്ന് വ്യക്തമല്ല. പക്ഷേ ഞങ്ങളിൽ ആർക്കെങ്കിലും അപകടം സംഭവിക്കും. നീ വിഷമിക്കാതിരിക്കും പാറു, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഉദയനൂരമ്മ കാത്തു രക്ഷിക്കും. നീ അമ്മയോട് പ്രാർത്ഥിക്ക്. എൻ്റെ ഉദയനൂരമ്മ, ഞങ്ങളെ രക്ഷിക്കണേ. ഉദയനൂരമ്മേ, പാറുവിനെ കാക്കണേ. നമ്മുടെ ജ്ഞാനദൃഷ്ടിയിൽ എല്ലാം തെളിഞ്ഞിരിക്കണു. ഗുരുജി, ആ പാർവതിയെ കൊണ്ട് ഞങ്ങൾക്കൊരു സ്വസ്ഥതയുമില്ല. സത്യത്തില് അവളെ ഭയന്ന ഞങ്ങൾ അവിടെ കഴിയുന്നത്. ഓരോരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാ അവളുണ്ടാക്കുന്നത്. ഒന്നിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് ഞങ്ങൾ കരകയറുമ്പോ അവൾ അടുത്തത് തുടങ്ങും. ഗുരുജി പറഞ്ഞില്ലേ, നാം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഗുരുജി, പാർവതിക്ക് എന്തൊക്കെയോ അതീന്ദ്ര ശക്തികളുണ്ട്. പല അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുള്ളതാ. ഓക്കെ, ഈ ഗായത്രിയുടെ ആത്മാവിനെ നേരിട്ട് കാണാനും ആത്മാവിനോട് സംസാരിക്കാനും കഴിയുന്നുണ്ട്. അതവള് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
ഞങ്ങൾക്ക് പാർവതി ആരാണെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ട്. അവൾ യഥാർത്ഥത്തിൽ ആരാണ്? അവൾക്ക് എവിടുന്ന് ഇത്രയും ശക്തിസിദ്ധിയൊക്കെ ഉണ്ടായത്? ഗുരുജി, പാർവതിയെക്കുറിച്ച് വിശദമായി തന്നെ ഞങ്ങൾക്കറിയണം. അവിടുത്തെ ജ്ഞാനദൃഷ്ടിയിൽ ആ പാർവതിയെക്കുറിച്ച് എന്താണ് തെളിയുന്നത്? രഹസ്യമായി ഇവരിവിടെ വന്ന് ഗുരുജിയെ കണ്ട് എന്ത് പദ്ധതിയാ തയ്യാറാക്കുന്നത്? അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. എന്തായാലും ഇവരുടെ പ്ലാൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇയാൾ എന്തോന്ന് കണ്ണടച്ചിരുന്ന് കാണിക്കുന്നത്? മിണ്ടാതിരിക്കണം. ഗുരുജി, പാർവതിയെക്കുറിച്ച് അങ്ങ് എന്താണ് കണ്ടത്? പാർവതി ആരാണെന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിപ്പോ നിങ്ങളോട് വ്യക്തമാക്കാൻ സാധിക്കില്ല. നിങ്ങളോടൊന്നല്ല, മറ്റാരോടും നമുക്കിത് പറയാനാവില്ല. അതിനുള്ള സമയം ഇതല്ല. സമയമാവട്ടെ. അതിൻ്റെതായ സമയം വരുമ്പോ ഞാൻ തന്നെ നിങ്ങളോടത് പറയാം. ഗുരുജി, അവളെക്കുറിച്ച് അറിയാനാ ഞങ്ങൾ ഇവിടെ വന്നത്. എന്നിട്ട് ഒന്നും അറിയാൻ സാധിക്കാതെ മടങ്ങാന്ന് വെച്ചാ നിങ്ങൾ ക്ഷമയോടെ മടങ്ങിപ്പോയേ മതിയാവൂ. നമ്മെ എത്ര നിർബന്ധിച്ചാലും നാം ഇപ്പോ പാർവതിയെക്കുറിച്ച് ഒന്നും പറയില്ല. അല്ല, ഗുരുജിക്ക് ഞങ്ങളെ വിശ്വാസമായിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാവും പാർവതി ആരാണെന്ന് വ്യക്തമാക്കാൻ അങ്ങ് മടിക്കുന്നല്ലേ? സത്യം വദ, ധർമ്മം ചര, സ്വാധ്യാമപ്രമത് എന്ന് വെച്ചാൽ സത്യം പറയണം, ധർമ്മം ആചരിക്കണം, സ്വാധ്യായത്തിൽ നിന്നും വ്യതിചലിക്കരുത്. അതാണ് നമ്മുടെ മാർഗം. ഗുരുജി, അതിന് ഞങ്ങൾ ഒരു കളവും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ അവിശ്വസിച്ച് പാർവതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങളോട് പറയാതിരിക്കരുത്. പ്രതാപ, അതെടുത്ത് അവിടേക്ക് വെക്കും. എടുത്തു വെക്കും. എന്താണിത്? ദക്ഷിണയാണ്. ഒരു 5 ലക്ഷം രൂപയുണ്ട്. സർവസംഘ പരിത്യാഗിയായ നമുക്ക് എന്തിനാണ് പണം? നമുക്കിത് ആവശ്യമില്ല. പണം നൽകി നമ്മെ സ്വാധീനിക്കാനാണോ നിങ്ങളുടെ ശ്രമം? അയ്യോ ഗുരുജി, അങ്ങ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇതൊരിക്കലും അങ്ങയെ സ്വാധീനിക്കാൻ നീട്ടിയ പണമൊന്നുമല്ല. ഞങ്ങള് ആശ്രമത്തിലേക്ക് വന്ന് ഗുരുജിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് ഗോപിനാഥ് ഈ ആശ്രമത്തിന്റെ വളർച്ചയ്ക്കായിട്ട് സംഭാവന നൽകിയ തുകയാണിത്. എങ്കിൽ ഈ പണം ആശ്രമത്തിനുള്ളിലെ വിഗ്രഹത്തിന് മുന്നിൽ സമർപ്പിച്ചാൽ മതിയാകും. അതവിടെ സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് മടങ്ങാം. ഹരി ഓം. ശരി ശരി ഗുരുജി. പാർവതി, ജയ. പാർവതി, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇന്നലെ രാത്രി വന്നിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ല. ഞാൻ വന്നപ്പോ ഇവിടെ സുശീലയും റിയയും പരസ്പരം കണ്ട് പേടിച്ച് നിലവിളിക്കുമായിരുന്നു. പിന്നെ ഞാൻ നിന്നെ കാണാൻ നിന്നില്ല, തിരികെ പോയി. അപ്പോഴാണോ ജയ വന്നത്? അത് സുശീലന്റെ റിയയും വെറുതെ ഓരോ ഭ്രാന്ത് കാണിക്കായിരുന്നു. ആ
ആ റിയ ഉറക്കമില്ലാതെ ഹാളിൽ ചുമ്മാ പരതി നടക്കുമായിരുന്നു. ഇരുട്ടത്ത് പ്രതീക്ഷിക്കാതെ ആന്റിയെ കണ്ടപ്പോ പ്രേതമാണെന്ന് കരുതി റിയ അങ്ങ് പേടിച്ചുപോയി. പാർവതി, വെറുതെ അല്ല രാത്രി ഇരുട്ടത്ത് റിയ ഇവിടെ തപ്പി നടന്നത്. പിന്നെ റിയ ഇന്നലെ തപ്പിയത് ഒരു ഫോട്ടോയാ. ഫോട്ടോയോ? എന്ത് ഫോട്ടോ? അത് അവളുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോയാ. അത് ഈ വീട്ടിൽ എവിടെയോ ഉണ്ട്. ആ ഫോട്ടോ റിയ കണ്ടെത്തും മുമ്പേ പാർവതി കണ്ടെത്തണം. അത് കിട്ടിയ റിയ ശരിക്കും ആരാണെന്ന് പാർവതിക്ക് ബോധ്യപ്പെടും. ഓഹോ, അത് ശരി. അപ്പോ വെറുതെ അല്ല റിയ രാത്രി ഇവിടെ ഇറങ്ങി നടന്നത്.